നമ്മുടെ വായിലോ കയ്യിലോ ഒരു തുള്ളി പെട്രോൾ പോലും പറ്റാതെയാണ് നമ്മൾ ഈ കുപ്പിക്കകത്തേക്ക് പെട്രോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലോ വായിലോ എങ്ങും ഒരു തുള്ളി പോലും പെട്രോൾ പറ്റാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ പെട്രോൾ ഊറ്റിയെടുക്കാൻ പറ്റും. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നമുക്ക് ഇതുപോലൊരു സ്കൂട്ടർ ഉണ്ടാവും അല്ലേ? വിവിധ കമ്പനികളുടെ സ്കൂട്ടർ നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾ ഉപയോഗിക്കുന്നതും പുരുഷന്മാർ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള സ്കൂട്ടർ ഉണ്ടാവും. പക്ഷേ നമുക്കിതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വഴിയിൽ അങ്ങനെ നിന്ന് പോയി കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് പെട്രോൾ ഊറ്റിയെടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് കുറച്ച് എടുത്ത് കൊടുക്കാനൊന്നും യാതൊരു മാർഗ്ഗവും ഉണ്ടാകത്തില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മറ്റൊരു വണ്ടി ഉണ്ടെങ്കിൽ ആ ഒരു ബൈക്കിലേക്ക് കുറച്ച് നമുക്ക് ഊറ്റി ഒഴിക്കണം. പക്ഷേ യാതൊരു കാരണവശാലും നമ്മുടെ ഇങ്ങനെയുള്ള സ്കൂട്ടറുകളിൽ നിന്നും അതുമാത്രമല്ല പുതിയ ബൈക്കുകളിൽ നിന്നും ഈ ഒരു പെട്രോൾ ഊറ്റാൻ പറ്റത്തില്ല. കാരണം ഇപ്പം അതിൻ്റെ ഒരു മെയിൻ റിസർവ് ഉള്ള സാധനം ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതുപോലൊരു പൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് നമ്മൾ വാട്ടർ ലെവൽ പിടിക്കുന്ന പൈപ്പാണ്. ഇതുപോലൊരു പൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ബൈക്കിൽ നിന്നും പെട്രോൾ അത്യാവശ്യത്തിന് കുറച്ച് ഊറ്റിയെടുക്കാം. അതുമാത്രമല്ല നമ്മുടെ പമ്പിൽ നിന്നും ഇപ്പോൾ നമുക്ക് കുപ്പിയിൽ പെട്രോൾ തരാറുമില്ല. അതുകൊണ്ട് നമുക്ക് പെട്രോൾ ഒരു കന്നാസ് ഉണ്ടെങ്കിലും മേടിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മൾ ഇപ്പോഴും പറയുന്ന ഒരു കാരണവശാലും ആരും അങ്ങനെ പെട്രോൾ ഊറ്റാതിരിക്കുക. എന്നാലും ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് പെട്രോൾ ഊറ്റേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആ ഒരു മാർഗ്ഗമാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഈ വാട്ടർ ലെവൽ പിടിക്കുന്ന ഇങ്ങനെ ഒരു ഹോസും അതുപോലെ തന്നെ കുറച്ച് കട്ടിയുള്ളത് ഇതുപോലൊരു പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വണ്ടിയിൽ നിന്ന് നമുക്ക് പെട്രോൾ ഊറ്റാം. അപ്പം ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗം തുറന്നു നോക്കാം. എന്നിട്ട് ഇവിടെ പെട്രോൾ എടുക്കുന്ന ഈ ഒരു ഭാഗം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് തുറക്കാം. ഇത് നമ്മൾ തുറന്നിട്ടുണ്ട്. ഇനി മറ്റേ നമ്മൾ സാധാരണ ഇങ്ങനെ പൈപ്പ് ഇട്ടിട്ട് മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വായിക്കകത്തേക്ക് വരും. നമ്മുടെ വായിലോ കയ്യിലോ ഒരു തുള്ളി പെട്രോൾ പോലും പറ്റാതെയാണ് നമ്മൾ ഈ കുപ്പിക്കകത്തേക്ക് പെട്രോൾ എടുക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഈ ഒരു അറ്റം നമ്മുടെ ഈ ഒരു വണ്ടിക്കകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കുപ്പി ഒന്ന് തുറക്കാം നമുക്ക് കേട്ടോ. ജസ്റ്റ് കുപ്പി തുറക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അപ്പർ സൈഡിലോട്ട് നിന്നിട്ട് കൃത്യമായിട്ട് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് ഒരറ്റം നമ്മൾ വണ്ടിക്കകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി മറ്റേ അറ്റം നമ്മുടെ ഈ ഒരു കുപ്പിക്കകത്തേക്ക് ഇടാം കേട്ടോ. കുപ്പിക്കകത്തിട്ട് ഇനി ഇതിൻ്റെ ഈ വാവട്ടം, അതായത് ഇവിടെ നമുക്ക് ജസ്റ്റ് നമ്മൾ എയർ കയറാത്ത രീതിയിൽ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് നമുക്കിത് ഈ കുപ്പിയിൽ നമുക്കത് ഒന്ന് ജസ്റ്റ് താഴേക്ക് പിടിക്കാം. ഈ കുപ്പി ഒന്ന് ഞാൻ ജസ്റ്റ് താഴേക്ക് പിടിക്കുകയാണ്. താപ്പോട്ട് വേണം ഇതിൻ്റെ ഒരു പവർ ഇരിക്കുക. എന്നിട്ട് ഞാൻ ഈ കുപ്പിയിൽ ജസ്റ്റ് ഒന്ന് അമക്കുന്നു. ഞാൻ വിട്ടത് കണ്ടോ, നിങ്ങൾക്കിപ്പം കാണാൻ പറ്റും. വളരെ സിമ്പിളായിട്ടാണ് നമ്മുടെ വണ്ടിക്കകത്തേക്ക് ഈ ഒരു പെട്രോൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഈ കുപ്പിക്കകത്തേക്ക് ഒന്ന് എയർ കയറ്റിയിട്ട് ഒന്ന് വിട്ടതേ ഉള്ളൂ. കാണാൻ പറ്റുന്നതാ നമ്മുടെ വണ്ടിക്കകത്തേക്ക് പെട്രോൾ ഇങ്ങനെ വീണുണ്ട്, അല്ലെങ്കിൽ കുപ്പിക്കകത്തേക്ക് പെട്രോൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലോ വായിലോ എങ്ങും ഒരു തുള്ളി പോലും പെട്രോൾ പറ്റാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ പെട്രോൾ ഊറ്റിയെടുക്കാൻ പറ്റും. നമുക്ക് അത്യാവശ്യം തോന്നിക്കഴിഞ്ഞാൽ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇവിടുന്ന് അതായത് ടാങ്കിനകത്തുനിന്ന് ഈ പൈപ്പ് ജസ്റ്റ് ഒന്ന് പൊക്കിയാൽ മാത്രം മതി. നമുക്ക് ആ ഒരു പെട്രോൾ വരെ നിൽക്കുകയും ചെയ്യും. അപ്പം ഇത്രയധികം വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഇതുപോലെ ഈ ഒരു പൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വണ്ടിയിൽ എപ്പോഴും വണ്ടിയിൽ ഇങ്ങനെ ഒരു പൈപ്പ് കരുതി വെച്ചേക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്നും പെട്രോൾ ഊറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ ഇത് ഒരു കാരണവശാലും പെട്രോൾ മോഷ്ടിക്കുന്ന ഒരു രീതി ആവരുത്. നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ട്രിക്കുകൾ പറഞ്ഞിരുന്നത്. ഇതിനെ ഒരുപാട് രീതിയിൽ നെഗറ്റീവായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാകും. പക്ഷേ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത് നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാവൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതോടുകൂടി ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും നമസ്കാരം.